ഹലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടാന് മാറാനും മുഖം എപ്പോഴും നല്ല നിറവും തിളക്കവും ഉള്ളതായിരിക്കാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഇത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ നല്ലൊരു ഫേസ് പാക്കാണ്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് വന്ന കഴുത്തിലെല്ലാം വരുന്ന കറുത്ത ആ ഒരു കളറുണ്ടല്ലോ, അതൊക്കെ മാറി നിങ്ങളുടെ പഴയ നിറത്തിലെത്താൻ വേണ്ടി സഹായിക്കാനും, അതുപോലെ തന്നെ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് വന്ന സൺ ടാന് മാറാൻ സഹായിക്കാനും, ഉള്ള നിറത്തിനേക്കാളും നിറം കൂട്ടിയെടുക്കാനും തിളക്കം കൂടാനും സഹായിക്കുന്ന ഒരു നല്ലൊരു ഫേസ് പാക്കാണ്. പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ്. അരിപ്പൊടി ഒരിക്കലും പുട്ടിൻ്റെ അരിപ്പൊടി എടുക്കാൻ പാടില്ല. നമ്മൾ പൗഡർ പോലത്തെ അത്രയും ഒട്ടും തരിതരിപ്പില്ലാത്ത ഭയങ്കര നമ്മൾ കടലമാവെല്ലാം തൊടുന്ന പോലെ ഉള്ള ആ ഒരു പൊടി പോലത്തെ നമ്മൾ റൈസ് പൗഡർ തന്നെ എടുക്കുക. പിന്നെ പുട്ടിൻ്റെ പൊടിയൊന്നും ഒരിക്കലും എടുക്കരുത്, കാരണം അതൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമല്ല നമുക്ക് സ്ക്രബ് പോലെ യൂസ് ചെയ്താൽ സാരമില്ല. പക്ഷേ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും അരിപ്പൊടിയിൽ തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരാണ് കേട്ടോ. ചെറുനാരങ്ങ ഫേസിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. അതൊരുപാട് പേര് ചോദിക്കാറുണ്ട്, ചെറുനാരങ്ങ ഫേസിൽ ഇട്ടാൽ പ്രശ്നമില്ലേ എന്നുള്ളത്. ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതുപോലെ ഫേസ് പാക്കിലെല്ലാം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാലൊന്നും ഒരു പ്രശ്നവുമില്ല, ഗുണമേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പാലാണ്. പാലിന് പകരം നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യുക. തൈരാണ് പാലിനേക്കാളും കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ അടുത്ത് ഇപ്പോൾ തൈര് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ പാൽ യൂസ് ചെയ്യുന്നത്. പാലോ തൈരോ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ചില സ്കിൻ ടൈപ്പിന് പാലായിരിക്കും സൂട്ടാവുക, ചിലർക്ക് തൈരായിരിക്കും യൂസ് ആവുക. അപ്പോൾ നിങ്ങളെ സ്കിൻ ടൈപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുന്ന സാധനം ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പാലല്ലെങ്കിൽ തൈര് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം വാട്ടറിയും ആയി പോകാൻ പാടില്ല, അതുപോലെ തന്നെ നല്ലൊരു ടൈറ്റുള്ള ഫേസ് പാക്കും ആവാൻ പാടില്ല. ഒത്തൊരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഫേസ് പാക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷം അത് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. 5 മിനിറ്റിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ മുഖം, കൈ, കാല്, കഴുത്ത് ഇവിടെയൊക്കെ നമുക്ക് ടാന് മാറാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നിങ്ങൾ ഫേസ് പാക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം. 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഫോണിൽ ടൈമർ വെച്ചിട്ടാണെങ്കിൽ ഒരു 2 മിനിറ്റ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാണ് ചെയ്യേണ്ടത്. അതായത് തേച്ച ഉടനെ തന്നെയല്ല കേട്ടോ കഴുകേണ്ടത്. ഈ 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റ് നിങ്ങൾ ഫേസിൽ വെക്കുക. അല്ലെങ്കിൽ ഡ്രൈ ആകുന്നത് വരെ സമയം ഉണ്ടെങ്കിൽ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് തന്നെ കൈ കളയാന്നാണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചെന്ന് ഇതാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എത്രത്തോളം റിസൾട്ട് കിട്ടുന്ന കാര്യമാണെന്നുള്ളത്. പക്ഷേ ഈ ഫസ്റ്റ് കിട്ടുന്ന ഈ ഇൻസ്റ്റൻറ്റ് ഗ്ലോ എന്ന് പറയുന്നത് അത് ആ ഒരു ദിവസം മാത്രമേ ആ ഒരു ഗ്ലോ നിലനിൽക്കൂ. നിങ്ങൾക്ക് ഇത് പെർമനൻ്റായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുക. ഡെയിലി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു 5 ദിവസം എല്ലാം ചെയ്താലെങ്കിലും മതി. നല്ല അടിപൊളി റിസൾട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്